ബാധകളെ കുറിച്ചിട്ടാണ് ഇപ്പൊ ഇവിടെ പറയുന്നത്. അപ്പൊ ബാധ, ദൃഷ്ടിദോഷം അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, നാവിന്റെ തുമ്പത്ത് വരുന്ന ദോഷം, അതൊക്കെ പറയുന്ന കാര്യങ്ങള്. അപ്പൊ ബാധ എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ രാശി എടുക്കുമ്പോഴാണ് നമ്മൾ ബാധേനെ പറയുന്നത്. അപ്പൊ ആ ബാധ ഇപ്പൊ നമ്മുടെ വീട്ടില് 4-ാം ഭാവത്തിൽ ഒരു ഗുളികൻ വന്നു, അതൊരു ബാധയായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇത് നമ്മുടെ വീട്ടില് നമ്മൾ നിത്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങള് പുറത്തേക്ക് പോകുമ്പോഴും എന്തിനു പോകുമ്പോഴും തടസ്സങ്ങളും അങ്ങനെ മുന്നിലേക്ക് പോകുന്ന ആ വഴിയിലൂടെ നിൽക്കുന്ന തടസ്സങ്ങളെയാണ് നമ്മൾ ബാധയായിട്ട് പറയുന്നത്. മനസ്സിലാവും? നമുക്ക് പോകാനുള്ള ഒരു വഴിയുണ്ട്, ആ വഴിയിൽ തടസ്സമായിട്ട് നിൽക്കുന്നതിനെയാണ് നമ്മൾ ബാധയായിട്ട് പറയുന്നത്. അതേപോലെ തന്നെ ആ ബാധേനെ നമ്മൾ കളയുന്നു എന്നൊക്കെ പറയണം. അത് നമ്മുടെ വീട്ടില് പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാ വീട്ടിലെ കണിയാന്റെ അടുത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്നവരൊന്നും ഇല്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടില് നിത്യമായിട്ട് വിളക്ക് വെക്കുകയും നാമം ജപിക്കുകയും കൃത്യനിഷ്ഠമായിട്ട് നമ്മുടെ കാര്യങ്ങള് എല്ലാ ഒരു പൈസ കൊണ്ട് നമ്മള് ഓണം പോലെ ജീവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. അപ്പൊ അടുത്ത കാലത്താണ് ഇപ്പൊ പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാവരും ജോലിക്ക് പോവാനും ഒക്കെ തുടങ്ങിയ പിന്നെയാണ് സാമ്പത്തികമായിട്ട് എല്ലാവർക്കും നല്ല രീതിയിലേക്ക് മെച്ചപ്പെട്ടു പോരുന്നത്. അന്ന് കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടില് ഇരിക്കുമ്പോ അവരൊന്നും ഈ കണിയാന്റെ അടുത്തേക്ക് പോകേണ്ട ആവശ്യങ്ങളില്ല. ആ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ അമ്മമാര് നോക്കും. മുന്നോട്ടുള്ള ഒരു പ്രതിസന്ധികൾ നമുക്ക് വരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, എല്ലാവരും കൂടി പോവാണല്ലോ. എല്ലാവരും കൂടി ജോലിക്ക് പോകുമ്പോ പല പ്രതിസന്ധികൾ ഉണ്ടാവുന്നു. അപ്പൊ ആ ദോഷങ്ങൾ, അതായത് വഴിയിൽ പോകുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാവുന്ന ദോഷത്തെയാണ് നമ്മൾ ബാധ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ദൃഷ്ടി ഉണ്ടാവുക, പ്രാക്കൽ ഉണ്ടാവുക, ഇതൊക്കെ പറയുന്നത് അത് ജാതകപ്രകാരം തന്നെ പറയുന്നുണ്ട്. 2-ാം ഭാവത്തില് വാക്കിന്റെ ഭാവത്തില് ഗുളികൻ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ പറഞ്ഞ പോലെ ഏൽക്കും എന്നൊക്കെ പറയും. പക്ഷെ അവിടേക്ക് വ്യാഴദൃഷ്ടി, അതിന്റെ കുറെ വേറെ തലങ്ങളുണ്ട് കേട്ടാ. അങ്ങനെ 2-ല് ഗുളികൻ നിന്ന ഉടനെ തന്നെ അങ്ങനെ പറയാനൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെയും പറയുന്നവരുണ്ട്. പക്ഷെ കുറെ ദൃഷ്ടി ചെയ്യുന്നതോ അത് വന്നു എന്നൊന്നും പറയണേല് അത്ര അങ്ങോട്ട് കൂടുതലായിട്ടൊരു അർത്ഥവും ഇല്ല. ശരിക്കും നമ്മുടെ മനസ്സിന്റെ പേടിയാണ് അതൊക്കെ. അപ്പൊ ഒരാള് നമ്മൾ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ തല്ലുവിടുമ്പോ, വഴക്കിടുമ്പോഴാണല്ലോ വാക്കുകൾ കൊണ്ടുള്ള ഇത് പറയുന്നത്, പ്രാക്കലൊക്കെ പറയുന്നത്. അപ്പൊ നീ അങ്ങനെ പോയി ഇങ്ങനെ പോകുന്നൊക്കെ പറയുമ്പോ നമുക്ക് മനസ്സിന്റെ ഉള്ളിലേക്ക് അത് കയറും. അപ്പൊ അത് വരുമ്പോ നമുക്കൊരു പേടി തോന്നും. അപ്പൊ ഇനി അത് കാരണമാണോ? അതും നമുക്കൊരു ബാധയാണല്ലോ. അത് കാരണം അപ്പൊ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അത് കെടുക്കുകയാണ്. അന്ന് അവര് അത് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത് എന്ന് അത് കെടുക്കുന്നതും നമുക്കൊരു ബാധയായിട്ട് തീരും. നമ്മുടെ മനസ്സിൽ എപ്പോഴും അത് അലട്ടിക്കൊണ്ടിരിക്കും. അതാണ് ഈ വാക്ക് ദോഷം, പ്രാക്കല് എന്ന് പറയുന്നത്. ദൃഷ്ടി എന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊരു സാധനത്തിനെയും വളരെ ഇതായിട്ട് നല്ല ഭംഗിയുണ്ട്, കുറെ അധികം പഴങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ, മാങ്ങയ്ക്ക് നിൽക്കുമ്പോ നമ്മൾ പറയും എന്തൊരു ഭംഗിയില കൊലയായിട്ട് നിൽക്കുന്നു, മാലബൾബ് പോലെ നിൽക്കുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. അതിപ്പോ അങ്ങനെ പറഞ്ഞാലും അടുത്ത വർഷവും കായ്ക്കും. അഥവാ നിന്ന് പോയാ അതിന് വളക്കിട്ട് നമ്മളത് കായ്ക്കുന്നുണ്ട് ഇപ്പോ. അതിലാണ് ദൃഷ്ടി എന്നൊക്കെ അവര് പറയുന്നത്. ഇതൊക്കെ ഇപ്പൊ ദൃഷ്ടിയായാലും ബാധയായാലും ഇതൊക്കെ നമ്മൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു പേടിയും കൂടി ഇതില് ഉൾപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറയും നമ്മൾ ഇന്നവരേക്ക് ഒരു വാക്ക് പോലും ഒരാളെയും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ചില സമയങ്ങളിൽ നമ്മളത് പറഞ്ഞു പോകുന്നതാണ്. അപ്പൊ ഈ ബാധ എന്ന് പറയുന്നത് നമുക്ക് മുന്നോട്ടുള്ള ഗതിയെ നിയന്ത്രിക്കുന്നു, അതായത് ബ്ലോക്ക് ചെയ്യുന്നു, അത് ബാധ. മറ്റു ദൃഷ്ടി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. പക്ഷെ ഇതിലൊന്നും പേടിക്കേണ്ടതായ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു, നമ്മളെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണെങ്കിലേ വേണ്ടപ്പോ ആ ദേവി തന്നെ തരും. ഞാനൊരു ദേവി ഉപാസകയാണ്. അപ്പൊ ആ ദേവിനെ ഉപാസിക്കുന്നവരുണ്ടാവും, വിഷ്ണുവിനെ ഉപാസിക്കുന്നവരുണ്ടാവും. അവരൊക്കെ നിത്യമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ ഗുരുവായൂരൊക്കെ നിത്യമായിട്ട് പോകുന്നവരുണ്ടല്ലോ. അപ്പൊ അവരൊക്കെ പറയാ ആ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയാണ്. എന്ത് തന്നെ വന്നാലും ആ ദേവി ഉണ്ട് എനിക്ക്, അല്ലെങ്കിൽ ആ വിഷ്ണു ഉണ്ട്, അല്ലെങ്കിൽ കൃഷ്ണൻ ഉണ്ട് എന്റെ കൂടെ, അങ്ങനെ അടിയുറച്ച് വിശ്വസിക്കണം. അതിന്റെ ഇടയിൽ എന്ത് സംഭവിക്കും? മനുഷ്യ ജന്മത്തിലെ പല കാര്യങ്ങളും നമുക്ക് അനുഭവിക്കുന്നുണ്ട്. ആ അനുഭവത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പൊ അതൊക്കെ മറ്റുള്ളവർ ചെയ്തതാണ്, ആ ബാധയാണ്, ദൃഷ്ടിയാണെന്നൊക്കെ നമ്മുടെ മനസ്സാണ് പറയുന്നത്. അപ്പൊ ആ അടിയുറച്ചൊരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണല്ലോ നമ്മൾ അതിലേക്ക് പോകുന്നത്. അപ്പോ അത് ഒന്നും വലിയ കാര്യമാക്കി എടുക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ഇതൊന്നും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് ദോഷമാണെന്ന് നമുക്ക് തോന്നി
അങ്ങനെ അത് മാറ്റാനാണ് നമ്മൾ ജ്യോത്സ്യന്മാരുടെ അടുത്തേക്ക് പോകുന്നത്. ഇപ്പൊ എൻ്റെ അടുത്തായാലും ആൾക്കാർ വരുന്നതും, പുറത്തിപ്പോ ഞാൻ ഇരിക്കുന്ന ക്ഷേത്രമാണ് മാങ്ങോട്ടുകാവ്, അവിടെ പോകുന്നതും ഒക്കെ ഈ ഒരു വശം കൊണ്ടാണ് കൂടുതലും ആൾക്കാർ അങ്ങോട്ട് വരുന്നത്.